നമസ്കാരം. CBSE ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മീനു വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ പ്ലാന്റ്സ് മേക്ക് ഫുഡിൻ്റെ 3 ക്ലാസ്സുകൾ ചെയ്തിരുന്നു. ഇന്ന് ആ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗമായ ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസും ബാലൻസ് ഇൻ നേച്ചറും നമുക്ക് പഠിക്കാം. വാട്ട് ഈസ് ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? Plants and animals depend on one another for their survival. Plants give food to eat and oxygen to breathe to the animals. Animals breathe out carbon dioxide, which is used by the plants to make food. This is how plants and animals depend on one another. Plants and animals depend on one another for their survival. പ്ലാന്റ്സും ആനിമൽസും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അവരുടെ സർവൈവലിന് വേണ്ടി, അവരുടെ അതിജീവനത്തിന് വേണ്ടി. അവർക്ക് മുൻപോട്ട് ജീവിച്ചു പോകണമെങ്കിൽ പരസ്പരം ആശ്രയിച്ചാലേ പറ്റുകയുള്ളൂ. പ്ലാന്റ്സ് ഗീവ് ഫുഡ് ടു ഈറ്റ് ആൻഡ് ഓക്സിജൻ ടു ബ്രീത്ത് ടു ദ ആനിമൽസ്. പ്ലാന്റ്സ് ആനിമൽസിന് ആവശ്യമായ ആഹാരവും അതുപോലെ തന്നെ ശ്വസിക്കുന്നതിനാവശ്യമായ ഓക്സിജനും നൽകുന്നു. പ്ലാന്റ്സ് മിച്ചം വരുന്ന ഫുഡ് അവരുടെ ലീഫിലും ഫ്ലവറിലും സ്റ്റെമ്മിലും എല്ലാം സംഭരിച്ചു വയ്ക്കുന്നു. അത് നമുക്ക് ഫുഡായിട്ട് കിട്ടുന്നു. അവർക്ക് ഫോട്ടോസിന്തസിന് ശേഷം അവർ റിലീസ് ചെയ്യുന്ന ഓക്സിജനെ നമുക്ക് ശ്വസിക്കുന്നതിനായിട്ടും ലഭ്യമാകുന്നു. ആനിമൽസ് ബ്രീത്ത് ഔട്ട് കാർബൺ ഡയോക്സൈഡ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ടു മേക്ക് ഫുഡ്. അതുപോലെ തന്നെ ആനിമൽസ് ശ്വസിച്ചതിന് ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയും ലഭ്യമാകുന്നു. അവർക്ക് ഫോട്ടോസിന്തസിലെ ഒരു പ്രധാന ഘടകമാണ് കാർബൺ ഡയോക്സൈഡ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആനിമൽസ് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിനെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ഹൗ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ. അങ്ങനെ പ്ലാന്റ്സും ആനിമൽസും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് ഇല്ല. രണ്ടുപേരും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നു. ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് ഇല്ല. പ്ലാന്റ്സ് ആനിമൽസിന് ആവശ്യമായിട്ടുള്ള ഫുഡും ഓക്സിജനും നൽകുമ്പോൾ ആനിമൽസ് തിരിച്ച് അവർക്ക് കാർബൺ ഡയോക്സൈഡ് നൽകുന്നു. അങ്ങനെ അവർ ഈ ഭൂമിയിൽ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നു. If an aquarium has water plants, fishes live longer as compared to an aquarium without plants. പ്ലാന്റ്സ് ഒന്നുമില്ലാത്ത ഒരു അക്വേറിയത്തിനെ അപേക്ഷിച്ച് പ്ലാന്റ്സ് ഉള്ള ഒരു അക്വേറിയം ആണെങ്കിൽ അതിനകത്തെ ഫിഷസ് വളരെ കാലം ജീവിച്ചിരിക്കുന്നു. കാരണം പ്ലാന്റ്സും അതുപോലെ തന്നെ ഈ ഫിഷസും തമ്മിൽ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ആവശ്യമുള്ള ഓക്സിജനെ പ്ലാന്റ്സ് പ്രദാനം ചെയ്യുക വഴി അവയ്ക്ക് കൂടുതൽ കാലം നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുവഴി തന്നെ നമുക്ക് പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള ഇൻ്റർഡിപ്പെൻഡൻസ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ബാലൻസ് ഇൻ നേച്ചർ. എ ബാലൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ് നെസസറി ഇൻ നേച്ചർ. നേച്ചറിൽ പ്ലാന്റ്സും ആനിമൽസും തമ്മിൽ ഉള്ള നമ്പറിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ നമ്പർ ഓഫ് ആനിമൽസ് ഇൻക്രീസസ് സഡൻലി? ആനിമൽസിൻ്റെ എണ്ണത്തിൽ പെട്ടെന്ന് വർധനവുണ്ടായാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദ പ്ലാന്റ്സ് ടു സപ്ലൈ ഇനഫ് ഫുഡ് ആൻഡ് ഓക്സിജൻ ടു ഓൾ ദ ആനിമൽസ്. എല്ലാ ആനിമൽസിനും നൽകാൻ ആവശ്യമായിട്ടുള്ള ഫുഡും ഓക്സിജനും പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റാതെയാവും, അല്ലേ? ധാരാളം ആനിമൽസ് ഒരുപാട് വർദ്ധിച്ചാൽ പ്ലാന്റ്സിന് അവർക്ക് ആവശ്യമുള്ള ഫുഡും ഓക്സിജനും നൽകുവാനായിട്ട് സാധിക്കാതെ വരും. സിമിലർലി, ഇഫ് ദർ ഈസ് എ സഡൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് മേ നോട്ട് ബി ഏബിൾ ടു സപ്ലൈ ഇനഫ് കാർബൺ ഡയോക്സൈഡ് ടു ദ പ്ലാന്റ്സ് ഫോർ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അതുപോലെ തന്നെ നേരെ തിരിച്ച് പ്ലാന്റ്സിൻ്റെ നമ്പറിൽ വല്ലാത്തൊരു വർധനവുണ്ടായാൽ എന്ത് സംഭവിക്കും? ആനിമൽസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് നൽകുവാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ ഫോട്ടോസിന്തസിസ് വഴി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പ്ലാന്റ്സിനും പറ്റാതെ വരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാലൻസ്, അതിൻ്റെ നമ്പറിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ നമ്പർ ഓഫ് എയ്തർ പ്ലാന്റ്സ് ഓർ ആനിമൽസ് ഡിക്രീസസ് സഡൻലി? അതുപോലെ തന്നെ
ഈ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും എണ്ണത്തിൽ വളരെ പെട്ടെന്നൊരു കുറവുണ്ടായാലോ, ഏതെങ്കിലും ഒന്നിൽ വളരെ പെട്ടെന്നൊരു കുറവുണ്ടായാലോ, ഇറ്റ് വിൽ ഡിസ്റ്റർബ് ദ കംപ്ലീറ്റ് ബാലൻസ് ഇൻ നേച്ചർ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നേച്ചറിലെ കംപ്ലീറ്റ് ബാലൻസും തെറ്റും. ഏതിനെങ്കിലും, പ്ലാന്റ്സിനാണെങ്കിലും ആനിമൽസിനാണെങ്കിലും ഏതിനെങ്കിലും പെട്ടെന്നൊരു ഡിക്രീസോ അല്ലെങ്കിൽ ഇൻക്രീസോ ഉണ്ടായാൽ, അമിതമായി കൂടുതലായാലോ അല്ലെങ്കിൽ അമിതമായി ഏതെങ്കിലും ഒന്ന് കുറയുകയോ ചെയ്താൽ നമ്മുടെ നേച്ചറിൻ്റെ ബാലൻസ് എല്ലാം തെറ്റും. ടു മെയിൻറ്റെയിൻ ദിസ് ബാലൻസ് വി നീഡ് ടു പ്രൊട്ടക്ട് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണ എന്ത് വേണം? വി നീഡ് ടു പ്രൊട്ടക്ട് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മൾ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഏതിനെങ്കിലുമൊക്കെ ഒരുപാട് നശിപ്പിച്ച് കളഞ്ഞാൽ, നമ്മൾ പ്ലാന്റ്സൊക്കെ നമുക്ക് മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് പ്ലാന്റ്സൊക്കെ ധാരാളം നശിപ്പിച്ച് കളയാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതുപോലെ തന്നെ നമുക്ക് ഫുഡും ഒക്കെ ഇല്ലാതെ വരും. നമ്മുടെ ജീവിതത്തിന് നിലനിൽപ്പിനെ തന്നെ അത് ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം? ടു മെയിൻറ്റെയിൻ ദിസ് ബാലൻസ് വി നീഡ് ടു പ്രൊട്ടക്ട് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒരേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. One also focuses on spreading awareness about harmful effects of cutting down trees and promotes planting of trees. One also ഫോക്കസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്പ്രെഡിങ് അവയർനെസ് അബൌട്ട് ഹാംഫുൾ എഫക്റ്റ് ഓഫ് കട്ടിംഗ് ഡൗൺ ട്രീസ്. മരങ്ങൾ മുറിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന ആ ദോഷകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ഒരു അവയർനെസ്, ഒരു തിരിച്ചറിവ് കൊടുക്കുവാനും, ആൻഡ് പ്രൊമോട്ട്സ് പ്ലാന്റിങ് ഓഫ് ട്രീസ്, അതുപോലെ തന്നെ ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനായിട്ടുള്ള ഒരു അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് വനമഹോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സും ആനിമൽസും പരസ്പരം ആശ്രയിച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. പ്ലാന്റ്സ് ആവശ്യമായിട്ടുള്ള ഫുഡും അതുപോലെ ഓക്സിജനും ആർക്ക് നൽകുന്നു? ആനിമൽസിന് നൽകുന്നു. നേരെ തിരിച്ച് ആനിമൽസ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നു. അതുവഴിയാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ ഒരു ബാലൻസ് വേണം. നമ്പർ ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഒരു ബാലൻസ് നേച്ചറിൽ ആയിരിക്കണം. ഏതെങ്കിലും ഒന്ന് വല്ലാതെ കൂടുകയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് ഒരുപാട് കുറയുകയോ ചെയ്താൽ പ്രകൃതിയിലെ എല്ലാ ബാലൻസും തെറ്റും. ടു മെയിൻറ്റെയിൻ ദിസ് ബാലൻസ് വി നീഡ് ടു പ്രൊട്ടക്ട് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നു. നമുക്ക് ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.